തുടങ്ങാൻ ബലിവേദിയിൽ മെഴുതിരിനാളം തെളിക്കാം. അൾത്താരയിൽ ദിവ്യ പൂജ തുടങ്ങാം. ബലിവേദിയിൽ മെഴുതിരിനാളം തെളിക്കാം. യേശുവിൻ്റെ സ്നേഹമോർക്കാം, ഈ ബലിവേദിയിൽ അണിചേരാം. യേശുവിൻ്റെ സ്നേഹമോർക്കാം, ഈ ബലിവേദിയിൽ അണിചേരാം. വരുവിൻ ദൈവജനമേ, ഒരുമയുടെ ബലിയർപ്പിച്ചിടാം. വരുവിൻ ദൈവജനമേ, ഒരുമയുടെ ബലിയർപ്പിച്ചിടാം. കാൽവരിയാകം മുന്നിൽ തെളിയും തിരുബലിയർപ്പണവേള ഇതിൽ. കാൽവരിയാകം മുന്നിൽ തെളിയും തിരുബലിയർപ്പണവേള ഇതിൽ. അനുതാപമോടെ ഈ തിരുയാഗം പരിശുദ്ധമായി അർപ്പിച്ചിടാം. അനുതാപമോടെ ഈ തിരുയാഗം പരിശുദ്ധമായി അർപ്പിച്ചിടാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ദൈവം നമ്മുടെ ഇടയിൽ കൂടെ നടന്നുകൊണ്ട് സൗഖ്യപ്പെടുത്തുന്നവരാണെന്ന്, മനുഷ്യരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ എല്ലാ നിമിഷവും അവിടുന്ന് സുഖപ്പെടുത്തുവാനായിട്ട് കടന്നു വരുന്നവരാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ, ഈശോയുടെ ഭവന സന്ദർശനത്തിലൂടെ നമ്മൾ കാണുക. ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടാവണം. ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ചും ജീവിതത്തിലുണ്ടാവുന്ന സങ്കടങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ച് പോകാറുണ്ട്, ദൈവം എന്നെ കൈവിട്ടു എന്ന്. ദൈവം നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല. ചിലപ്പോഴൊക്കെ സങ്കടങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ നാം ദൈവത്തെ തള്ളിപ്പറയാറുണ്ട്. അപ്പോഴൊക്കെ യേശുനാഥൻ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വചനത്തിൻ്റെ മുഖ്യധാര. നമ്മുടെ കൂടെ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന, നമ്മെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുവാനായിട്ട്, അവിടുത്തെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ബലിയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുമ്പോഴും ഈ ലോകം മുഴുവൻ സുഖപ്പെടുത്തുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സൗഖ്യത്തിൻ്റെ പാതയിലൂടെ നയിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവ്യബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ
നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹിമയ്ക്കിത നന്ദി ചൊല്ലും നീവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവസോനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനീഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനീഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിലും നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാവേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേ
നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിരന്തര കാരുണ്യത്താൽ അങ്ങേ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്വർഗീയ കൃപയുടെ ഏകപ്രത്യാശയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങേ സംരക്ഷണത്താൽ എപ്പോഴും സുരക്ഷിതരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ജോബിന്റെ പുസ്തകത്തിൽ നിന്ന് ജോബ് പറഞ്ഞു, മനുഷ്യജീവിതം നിർബന്ധിത സേവനം മാത്രമല്ലേ? അവൻ്റെ ദിനങ്ങൾ കൂലിക്കാരൻ്റെ ദിനങ്ങൾക്ക് തുല്യമല്ലേ? അടിമ തണലിനു വേണ്ടിയെന്ന പോലെയും കൂലിക്കാരൻ കൂലിക്ക് വേണ്ടിയെന്ന പോലെയും ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാണ് പ്രഭാതമാവുക എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ രാത്രി നീണ്ടതാണ്. പ്രഭാതം വരെ ഞാൻ കിടന്നുരുളുന്നു. എൻ്റെ ദിനങ്ങൾ നെയ്ത്തുകാരൻ്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു. പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു. എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ. എൻ്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നന്മ ദർശിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ സ്തുതിക്കുവിൻ. ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. കാരുണ്യവാനായ അവിടത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. കർത്താവ് ജെറൂസലേമിനെ പണിതുയർത്തുന്നു. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു. ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു. അവയോരോന്നിനും പേരിടുന്നു. ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്. അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ്. കർത്താവ് എളിയവരെ ഉയർത്തുന്നു, ദുഷ്ടരെ തറപറ്റിക്കുന്നു. ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ സ്തുതിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ്സ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലമെന്നേ സുവിശേഷം പ്രസംഗിക്കുന്നതിലുള്ള സംതൃപ്തി മാത്രം. ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. ബലഹീനരെ നേടേണ്ടതിന്
ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗമാകുന്നതിന് ഈ സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തി. ശിമയോൻ്റെ അമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുകളെ പുറത്താക്കി. പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കുവാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന പ്രദേശത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുകളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിൽ ഉടനീളം സഞ്ചരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ആദ്യത്തെ വായന കേട്ട് കഴിഞ്ഞാൽ ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള പ്രലപനമാണ്. ജോബിൻ്റെ സങ്കടങ്ങളുടെ കെട്ടഴിച്ചുകൊണ്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയുന്നത് കർത്താവിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം ഇതുപോലെയുള്ളതാണെങ്കിൽ നമുക്കെങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? ഇതെങ്ങനെയാണ് സുവിശേഷമായി തീരുക? ജോബിൻ്റെ പുസ്തകം മുഴുവനും എടുത്ത് വായിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും. നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു വലിയ പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം. ജോബിൻ്റെ ജീവിതം മുഴുവനും നമ്മൾ ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം. വായിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ വായിച്ചത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ജീവിതത്തിൽ നിരാശ വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കും. മനുഷ്യജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച്, മനുഷ്യജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച്, മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ചൊക്കെ ജോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിച്ച് കേൾക്കാൻ സാധിക്കും. ജോബ് പറയുന്ന, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പറയുന്ന ചില ഉത്തരങ്ങൾ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കും. ജോബ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് പറയണമെങ്കിൽ
ദൈവവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം. ഗാനയിലെ ഒരു വൈദികൻ ഇൻസ്ബ്രുക്ക് യൂണിവേഴ്സിറ്റിയിൽ, ഓസ്ട്രിയയിലെ ഇൻസ്ബ്രുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് പഠനം കഴിച്ചു. പഠനം പൂർത്തിയാക്കി അദ്ദേഹം ഘാനയിൽ തൻ്റെ രൂപതയിൽ ജോലി ചെയ്യുവാനായിട്ട് പുറപ്പെട്ടു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഒരു ജോലിയും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഡോക്ടറേറ്റൊക്കെ നേടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയി. ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുമെന്ന് വിചാരിക്കാതിരിക്കുന്ന ഒരു കാര്യം. ഞാൻ മറ്റൊരു വൈദികനോട്, ഒരു ജെയിംസ് എന്ന് പറയുന്ന ഒരു വൈദികനോട് ഈ അച്ഛനെക്കുറിച്ച് ചോദിച്ചു, അച്ഛൻ എങ്ങനെയുണ്ട്? അപ്പോൾ ആ വൈദികൻ പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ഛാ, നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിൻ്റെ ദാനമല്ലേ. ഓരോ ദിവസവും നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നു എന്നത് തന്നെ വലിയ ഒരു അത്ഭുതമല്ലേ എന്ന് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ജോബിൻ്റെ പുസ്തകത്തിലൂടെ വായിക്കുമ്പോൾ ജോബ് പറയും, ദൈവത്തിൻ്റെ ദാനമാണ്, നീ ദൈവത്തിൻ്റെ ദാനമാണ്. ചിലപ്പോഴൊക്കെ സന്തോഷമുള്ളപ്പോൾ നമ്മൾ ദൈവം നൽകുന്ന നന്മകളെക്കുറിച്ച് ഓർക്കാറില്ല. ചില വ്യക്തികൾ എന്നെ വിളിച്ച് പറയാറുണ്ട്, വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അവർ ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് പറയും, ദൈവം എങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. വിശ്വാസത്തോടു കൂടി കാണുന്നവർ പറയുന്നത് അങ്ങനെയാണ്, ദൈവം എത്രമാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാതെ പോകുന്നവരുമുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞ ഒരു ചെറിയ കഥ ഇപ്രകാരമാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ വഴിയരികിലൂടെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോഴും താഴെ ഒരു സ്വർണ്ണ നാണയം കിടക്കുന്നു. ഈ സ്വർണ്ണ നാണയം അദ്ദേഹം പിറക്കിയെടുക്കുകയാണ്. വീണ്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ഇതുപോലെ നാണയം കാണുന്നു, അതും പിറക്കിയെടുക്കുന്നു. കുറച്ചുകൂടി ദൂരം നടക്കുമ്പോൾ വീണ്ടും സ്വർണ്ണ നാണയം കാണുന്നു, അദ്ദേഹം അതും എടുക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുകളിലിരുന്ന് ആരോ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു ഈ നാണയം. അത് എടുത്തിട്ട് ഒരിക്കൽ പോലും മുകളിലേക്ക് നോക്കാതിരുന്ന ആ ഒരു ദേഷ്യത്തിന് ആ മനുഷ്യൻ, മുകളിലിരുന്ന മനുഷ്യൻ, ഒരു ഇഷ്ടിക എടുത്ത് തലക്കിട്ടൊരു ഏറ് കൊടുത്തു. തലക്കിട്ട് ഏറ് കൊടുത്തപ്പോഴും തല വേദനിച്ചപ്പോൾ അദ്ദേഹം മുകളിലേക്ക് നോക്കി, ആരാണ് എറിഞ്ഞതെന്ന് നോക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇതുപോലെ സംഭവിക്കാറുണ്ട്. നന്മകളൊക്കെ പിറക്കിയെടുക്കുമ്പോൾ ദൈവം നൽകുന്നതാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ പോകുമ്പോൾ, ദൈവം തന്ന ദാനത്തിന് മുകളിലേക്ക് നോക്കി നന്ദി പറയാതെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു ചെറിയ അടി കിട്ടും. ഈ അടി കിട്ടിക്കഴിയുമ്പോഴാണ് മുകളിലേക്ക് നോക്കി നമ്മൾ കരയുന്നത്. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ജോബിനെ എല്ലാവരും തള്ളി പറയുന്നുണ്ട്, ജോബിനെല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഏറ്റവും അവസാനം ജോബ് പറയുക, ദൈവം എന്നെ കൈവിടില്ല, എല്ലാം നൽകിയത് ദൈവമാണ്, അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ജോബ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പുസ്തകമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ച് തരുന്ന ഒരു വ്യക്തിയാണ്, ഒരു ജീവിതമാണ് ജോബിൻ്റേത്. അപ്പോൾ നിങ്ങളോട് ഇന്ന് പറയുന്നത്, ഏതെങ്കിലും ദിവസം അല്ലെങ്കിൽ നിങ്ങളിത് വായിച്ചിട്ടില്ല എങ്കിൽ ജോബിൻ്റെ പുസ്തകം വായിക്കണം. കാരണം ചിലരെങ്കിലും നമ്മുടെ ഇടവകയിലോ നമ്മുടെ സമൂഹത്തിലായിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന്, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. അവർക്കൊക്കെ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ജോബിൻ്റെ ജീവിതശൈലി അനുകരിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് നാശം. സുവിശേഷം എന്ന് പറയുന്നത് വചനം പ്രഘോഷണമല്ല, തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന നന്മകളെക്കുറിച്ച് പറയുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ നന്മകളെക്കുറിച്ച് ഓരോ ദിവസവും പറയാൻ തുടങ്ങിയാൽ നമുക്ക് നന്മകളെക്കുറിച്ച് മാത്രം പറയാൻ സാധിക്കുകയുള്ളൂ. രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ നമ്മുടെ കഴുത്തിന് മുകളിൽ തലയുണ്ട്. നമ്മൾ മുഖത്ത് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം പ്രസന്നമായിരിക്കുന്നു. ഇതിനൊക്കെ ദൈവത്തിന് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. നന്ദി പറയുന്നത് ശുശ്രൂഷയിലൂടെയാണ്. അതാണ് പത്രോസിൻ്റെ അമ്മായി അമ്മ കാണിച്ചു കൊടുക്കുന്നത്.
യേശുനാഥൻ ഭവന സന്ദർശനം നടത്തുമ്പോൾ അവിടെ പനി പിടിച്ച് കിടക്കുന്ന പത്രോസിൻ്റെ അമ്മായിയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ശരിക്കും യേശുനാഥൻ അങ്ങോട്ട് ചെന്നത് അവളെ സുഖപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നില്ല, അവരെ കാണുവാൻ വേണ്ടിയാണ്. പക്ഷേ അവർ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ യേശുനാഥൻ കൈക്ക് പിടിച്ച് സൗഖ്യപ്പെടുത്തുമ്പോൾ അവൾ ശുശ്രൂഷിച്ചു എന്നാണ് പറയുന്നത്. ദൈവം നൽകുന്ന ദാനങ്ങൾക്ക് നന്ദി പറയുന്നത് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ടാണ്. അങ്ങനെ ഈ അമ്മ വലിയൊരു പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നൽകുന്ന ദാനങ്ങൾക്ക് നന്ദി പറയേണ്ടത് മറ്റുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ടാണ്, അവർക്ക് സേവനം ചെയ്തുകൊണ്ടാണ്. നീ സുവിശേഷമാകുന്നില്ല എങ്കിൽ നിനക്ക് ദുരിതം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നല്ലൊരു ജീവിതമാണ്. ഈ നല്ലൊരു ജീവിതം മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പ്രസരിപ്പോടുകൂടി നമ്മൾ നയിക്കേണ്ടതാണ്. നമ്മുടെ മുഖത്ത് നോക്കി പറയണം, നിനക്ക് ദൈവം ഒരുപാട് നന്മകൾ നൽകിയിട്ടുണ്ടെന്ന്. പുഞ്ചിരിക്കാത്ത മുഖം വിടരാത്ത മുട്ടുപോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പുഞ്ചിരിക്കാനുണ്ട്. കാരണം ദൈവം ഒരുപാട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ കൃപാവരത്തിന് നന്ദി പറയുവാനായിട്ട്, ദൈവം നൽകിയവരെക്കുറിച്ച്, ദൈവം നൽകിയതിനെക്കുറിച്ചൊക്കെ ഓർക്കുവാനുള്ള കൃപാവരം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ജോബിൻ്റെ പുസ്തകം ഒരു ചോദ്യചിഹ്നമാണ്. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തെ ഞാൻ പുറത്താക്കുന്നുണ്ടോ? അതോ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണോ? ദൈവം നമ്മെ വിളിക്കുന്നു മറ്റുള്ളവരെ പ്രത്യേകമായിട്ട് ശുശ്രൂഷിക്കുവാനായിട്ടും മറ്റുള്ളവർക്ക് സുവിശേഷമായി തീരുവാനായിട്ടും. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യയിലേകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് നിരവധി ആവശ്യങ്ങളുണ്ട്. നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ കാത്തുപാലിക്കുന്ന നല്ല തമ്പുരാൻ്റെ മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും മറ്റെല്ലാ അജപാലകരെയും അനുഗ്രഹിക്കണമേ. സുവിശേഷാനുസൃതം ജീവിതം നയിച്ചുകൊണ്ട് തങ്ങളുടെ സമയവും കഴിവുകളും ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനായി വിനിയോഗിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മശക്തി ഇവരുടെ മേൽ ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ, ലോകരാഷ്ട്രങ്ങളെയും എല്ലാ രാഷ്ട്രത്തലവന്മാരെയും അങ്ങയുടെ കരതാരിൽ സമർപ്പിക്കുന്നു. രാഷ്ട്രത്തിൻ്റെ ഉന്നമനവും ജനങ്ങളുടെ ക്ഷേമവും ലക്ഷ്യമാക്കി അക്ഷീണം പ്രയത്നിക്കുവാനും നീതിയോടും വിവേകത്തോടും കൂടെ ഭരണം നടത്തുവാനും ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ.
മാതാപിതാക്കളും മക്കളും തമ്മിൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും അടിയുറച്ച വിശ്വാസത്തിലും ജീവിക്കുവാനും ശിഥിലമാകുന്ന കുടുംബ ജീവിതങ്ങൾ കുടുംബ പ്രാർത്ഥനയിലൂടെ യഥാർത്ഥ പച്ചപ്പിൻ്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടന്നു വരുവാനും ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹത്തിൻ്റെ ഉറവയായ ദൈവമേ, പനി ബാധിച്ച ശിമയോന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയ അങ്ങേ പ്രിയപുത്രൻ്റെ സൗഖ്യദായക കരങ്ങളാൽ ശാരീരികമായും മാനസികമായും വേദന അനുഭവിക്കുന്നവർക്കും ഏറെ പ്രത്യേകമായി കോവിഡ് മഹാമാരിയാൽ ക്ലേശിക്കുന്നവർക്കും അതിൽ നിന്നും മോചനവും സൗഖ്യവും നൽകുവാൻ കനിവുണ്ടാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവനും പുനരുദ്ധാനവുമായ ദൈവമേ, മരണം മൂലം ഈ ലോകത്തിൽ നിന്നും അങ്ങേ പക്കലേക്ക് യാത്രയായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ചെയ്തു പോയ എല്ലാ വീഴ്ചകൾക്കും മാപ്പ് നൽകി സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും മാലാഖമാരോടുമൊപ്പം അങ്ങയെ പാടി സ്തുതിക്കുവാനുള്ള ഭാഗ്യമരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കൊരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. ദൈവമേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന മക്കളുടെ കൂടെ ആയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതാപൂർവം മക്കൾ യാചിക്കുന്നത് സദാസന്നദ്ധയാർന്ന അങ്ങേ ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആയിരം കൈത്തിരി അകതാരിലേന്തി ഞങ്ങൾ അണയുന്നു നാഥ നിൻ സവിധേ. ആയിരം കൈത്തിരി അകതാരിലേന്തി ഞങ്ങൾ അണയുന്നു നാഥ നിൻ സവിധേ. ചേർത്തണയ്ക്കുന്നു ഞങ്ങൾ നറുമലരും കാഴ്ചകളും സ്വീകരിക്കൂ നാഥ സർവസ്വവും. ആയിരം കൈത്തിരി അകതാരിലേന്തി ഞങ്ങൾ അണയുന്നു നാഥ നിൻ സവിധേ. നിന്നപദാനങ്ങൾ പാടുവാനായി നൽകിയ ദാനങ്ങളെല്ലാം. നിന്നപദാനങ്ങൾ പാടുവാനായി നൽകിയ ദാനങ്ങളെല്ലാം. ഞങ്ങളുടെ ഹൃദയത്തിൻ പാപതലങ്ങളും സ്വീകരിക്കൂ നാഥ താരയിൽ. ഞങ്ങളുടെ ഹൃദയത്തിൻ പാപതലങ്ങളും സ്വീകരിക്കൂ നാഥ താരയിൽ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ സഹായമായി സൃഷ്ടവസ്തുക്കളെ അങ്ങ് രൂപപ്പെടുത്തിയല്ലോ. അങ്ങനെ ഇവ നിത്യയുടെ ഉദാശയെ തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതു ജിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകുവാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്നുത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമങ്ങളിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമങ്ങളിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ
യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടം ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാകി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ ഉപഅധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പ് പിതാവിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. Per ipsum et cum ipso et in ipso est tibi Deo Patri omnipotendi in unitate Spiritus Sancti omnis honor et gloria per omnia saecula saeculorum. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ
പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃകൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ.
കാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായി എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായി എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂവിൽ സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ നിത്യം ആരാധന സ്തുതിനാഥ നിത്യം ആരാധന സ്തുതിനാഥ സ്നേഹം ഒരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം അപ്പാതെ അർപ്പിക്കാൻ സ്നേഹം ഒരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം അപ്പാതെ അർപ്പിക്കാൻ ദിവ്യ സൗഭാഗ്യം അങ്ങെന്റെ സ്വന്തം ദിവ്യ സൗഭാഗ്യം അങ്ങെന്റെ സ്വന്തം ആത്മാവുണർന്നു നിൻ സ്തുതി ഗീതികളായി മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂവിൽ സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ നിത്യം ആരാധന സ്തുതിനാഥ ആരാധന സ്തുതിനാഥ ഭൂവിൽ ഞാനുള്ള കാലം മേലിൽ എന്നാഥനൊപ്പം അങ്ങിൻ പാതയും ലക്ഷ്യവും ഭൂവിൽ ഞാനുള്ള കാലം മേലിൽ എന്നാഥനൊപ്പം അങ്ങിൻ പാതയും ലക്ഷ്യവും പാരിൻ ദുഃഖങ്ങൾ സർവം നിസ്സാരം പാരിൻ ദുഃഖങ്ങൾ സർവം നിസ്സാരം പുണ്യപൂക്കാലമായി യേശുവിനരികെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരേ അപ്പത്തിൽ നിന്നും ഒരേ പാനപാത്രത്തിൽ ഞങ്ങൾ പങ്കുകൊള്ളുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ക്രിസ്തുവിൽ ഒന്നായി തീർന്നുകൊണ്ട് ലോകരക്ഷയ്ക്കായ ആനന്ദത്തോടെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവിധം ജീവിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ.
പള്ളിപ്പുറം പള്ളിയുടെ വക കണിയാമ്പുരം തോമസിൻ്റെയും ആനിയുടെയും മകൻ നിമേഷ്, ഈടവക ഒറ്റാറയ്ക്കൽ റാഫേലിൻ്റെയും ഖാദറിൻ്റെയും മകൾ സിയാരയും തമ്മിൽ വാങ്ങിച്ചുമായിരിക്കുന്നു. ഈടവക കളത്തിൽ സെബാസ്റ്റിൻ്റെയും തിലാനിയുടെയും മകൻ അമ്മൽ, വരാപ്പുഴ അതിരൂപത ചേന്നൂർ പള്ളിയുടെ വക പൂപ്പാടി ക്ലെമൻറ്റിൻ്റെയും ഗ്രേസിയുടെ മകൾ സൗമ്യയും തമ്മിൽ വാങ്ങിച്ചുമായിരിക്കുന്നു. ഇവയിൽ ചില കല്യാണങ്ങൾക്ക് ഏതെങ്കിലും മുടക്കമുണ്ടായിരുന്നാൽ ബഹുമാനയുടെ വികാരിയച്ഛനെ അറിയിച്ചു കൊള്ളണം. സ്നേഹമുള്ളവരെ, ബാസ്റ്റ്യൻ തുരുത്ത് ദേവാലയത്തിൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് തിരുനാൾ ദിവ്യബലി. ഫാദർ ഗിൽബർട്ട് തച്ചേരിയാണ് മുഖ്യ കാർമ്മികൻ. ഫാദർ ക്ലീറ്റസ് കോച്ചിക്കാട്ടാണ് പ്രസംഗ വചന സന്ദേശം നൽകുക. നിങ്ങളെല്ലാവരെയും തിരുനാളിനെ ക്ഷണിക്കുന്നു. കോട്ട തിരുക്കുടുംബ ദേവാലയത്തിൽ അടുത്ത വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷിക്കുക. ഇന്ന് വൈകിട്ട് കോട്ട ദേവാലയത്തിൽ 5:30 നവനാൾ ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ്. തുരുത്തിപ്പുറം സെയിൻറ്റ് പീറ്റേഴ്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംബന്ധിച്ച് ഒരു ആലോചന യോഗം ഇന്ന് വൈകിട്ട് 3 മണിക്ക് തുരുത്തിപ്പുറത്ത് വെച്ച് കൂടുന്നു. നമ്മുടെ സെൻറ്റ് മൈക്കിൾസ് സ്കൂളിലേക്ക് LKG UKG 1, 2, 3, 4 ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കഴിയുന്നത് നമ്മുടെ ഇടവകയിലെ എല്ലാ കുട്ടികളെയും തന്നെ ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പലപ്പോഴും അവസാന നേരത്താണ് നമ്മുടെ സ്കൂളിൽ സ്ഥലം കിട്ടിയില്ല എന്ന് പറയുക. അതിനാൽ കഴിയുന്നവരൊക്കെ ഈ സ്കൂളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർക്കുവാനായിട്ട് പ്രത്യേകം താല്പര്യപ്പെടുന്നു. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് അവിടുന്ന് നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ് പ്രകാശത്തിൽ നോക്കി ജീവിക്കുവാനായിട്ട്. ഇരുട്ടിനെ നോക്കി ജീവിക്കാതിരിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ വചനം നിങ്ങളുടെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തൻ്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സംപ്രീതയാകുമോ അമ്മേ, ഞങ്ങൾ തൻ പ്രാർത്ഥനയാ കൈകൂപ്പി നിൽക്കും നിന്മക്കൾ ഞങ്ങൾ. ചൊരിയൂ കൃപാവരം തായേ, ചൊരിയൂ കൃപാവരം തായേ. വാത്സല്യദായികെ ജപമാല മാതാവേ, സ്നേഹത്തിൻ മുത്തുകൾ പൊഴിയൂ. ക്ലേശമാം ജീവിതം തളർത്തിയിടുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നു തായേ നിന്നെ. സംരക്ഷയേകണേ നാഥേ, സംപ്രീതയാകുമോ അമ്മേ, ഞങ്ങൾ തൻ പ്രാർത്ഥനയാ.